അമ്പലത്ര ബിദിയാൽ അംഗൻവാടിയുടെ പ്രവർത്തനം ഇനി മുതൽ കെട്ടുറപ്പുള്ള കെട്ടിടത്തിൽ. പുതിയ കെട്ടിടം CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് CDS നേതൃത്വത്തിൽ അംഗൻവാടിയിലേക്ക് ആവശ്യമുള്ള കസേരകളും ഒപ്പം കളിപ്പാട്ടങ്ങളും നൽകി. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. കാസർഗോഡ് വികസന പാക്കേജിൽ നിന്നും വനിതാ ശിശു വികസന വകുപ്പിൽ നിന്നും പുല്ലൂർപെരിയ ഗ്രാമപഞ്ചായത്തിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് അമ്പലത്ര ബിദിയാലിലെ അംഗൻവാടിക്കായി പുതിയ കെട്ടിടം നിർമ്മിച്ചത്. സ്മാർട്ടായ അംഗൻവാടിയുടെ ഉദ്ഘാടനം ഈ നാട് ഉത്സവമാക്കി. കുഞ്ഞുങ്ങളെ മുൻനിർത്തിയുള്ള ഘോഷയാത്രയോടെയായിരുന്നു തുടക്കം. തുടർന്ന് മണ്ഡലം MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തെ കാസർഗോഡ് വികസന പാക്കേജിലെ നല്ലൊരു തുക അതിനുവേണ്ടി മാറ്റിവെക്കണം. ഗ്രാമപഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തും ചെറിയൊരു കോൺട്രിബ്യൂഷൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു പൈസ ഉണ്ടാവും. ഞാൻ വളരെ ചെറിയൊരു പൈസ കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഈ പദ്ധതി ആവിഷ്കരിച്ചത്. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ ഏകദേശം ഒരു 15-14 അംഗൻവാടികൾ നേരത്തെ ചിലത് പൂർത്തീകരിച്ചുള്ളൂ, ഈ പൂർത്തീകരിക്കാത്തത് പൂർത്തീകരിച്ചു. ഇപ്പോൾ മുമ്പ് കാലത്ത് അംഗൻവാടിയൊക്കെ നമ്മുടെ മനസ്സിലൊരു രൂപമുണ്ട് അംഗൻവാടിയെ സംബന്ധിച്ച്. അതിൽ നിന്ന് വ്യത്യസ്തമായി അതിമനോഹരമായ കുട്ടികൾക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്മാർട്ട് അംഗൻവാടികളായി എല്ലാമാണ്. ഇതുപോലെയാണ് ബാക്കി ഇതിനേക്കാളും മെച്ചപ്പെട്ട ചിലരുണ്ട്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ CK സബിത അധ്യക്ഷയായി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK ബാബുരാജ്, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P സന്തോഷ് കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ K സുനിത, C കൃഷ്ണകുമാർ, M രതീഷ്, CDPO K ബീന, മുൻ CDPO ഷൈനി എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TV രമ്യ, കരാറുകാരൻ മൻസൂർ കുഞ്ഞാമു എന്നിവർക്ക് ആദരവ് നൽകി. വാർഡ് സ്ഥിതി ചെയ്യുന്ന 8ാം വാർഡിലെ CDS അംഗൻവാടിയിലേക്ക് ആവശ്യമുള്ള കസേരകളും ഒപ്പം കളിപ്പാട്ടങ്ങളും നൽകി. ചടങ്ങിൽ സംഘടക സമിതി വർക്കിംഗ് ചെയർമാൻ V രാജേന്ദ്രൻ സ്വാഗതവും ICDS സൂപ്പർവൈസർ TV ലേഖ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടനത്തിന് സന്തോഷം പങ്കുവച്ച് മധുരപലഹാര വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, പെരിയാർ.